ഇതുപോലുള്ളൊരു ബൊക്കെ ഉണ്ടാക്കിയെടുത്താലോ സിമ്പിളായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ യാൺ എടുക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. കൂടുതൽ ബെറ്റർ എന്താ പറയുക വൈറ്റോ അല്ലെങ്കിൽ ഓഫ് വൈറ്റോ ബേജോ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ മാജിക് റിങ് ആട്ടോ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മാജിക് റിങ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്യൂട്ടോറിയൽ വീഡിയോ വേണമെങ്കിൽ നമ്മൾ ഇടാം. നിങ്ങൾ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യും കേട്ടോ. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെയിൻ ഇട്ടാൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് വലിച്ചു കൊടുക്കുക, ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ഡബിൾ ക്രോഷയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു സർക്കിൾക്ക് 12 ഡബിൾ ക്രോഷയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ 12 ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുക കേട്ടോ. ഇനി ഡബിൾ ക്രോഷയൊക്കെ ചെയ്യാൻ അറിയാത്ത ബേസിക് സ്റ്റിച്ചസ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ബേസിക് സ്റ്റിച്ചസിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. അതൊക്കെ പോയിട്ടൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അതുപോലെ ചെയ്ത് പഠിക്കുക. ഡബിൾ ക്രോഷ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റത്തെ സ്റ്റിച്ചിലേക്ക് ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ നിന്ന് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റോ കംപ്ലീറ്റ് ആയി, ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ബാക്കിലുള്ള ഈ ആണ് നല്ലോണം വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ബാക്കിലുള്ള ഈ ആണ് എത്രത്തോളം മുറുക്കുന്നു അത്രത്തോളം ഇവിടെ ടൈറ്റായിട്ട് ആ ഹോള് നടുവത്തെ ആ ഹോള് പോവും. ഇനി നമ്മൾ സെക്കൻഡ് റോ ആണ്. ഫസ്റ്റായിട്ട് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. അതിന് ശേഷം ഈ ഒരു ചെയിനുകളിലേക്കൊക്കെ നമ്മൾ 2 ഡബിൾ ക്രോഷ വീതമാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ വീതം ഇങ്ങനെ ചെയ്തിട്ട് വീണ്ടും എല്ലാ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ വീതം ഇങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുക്കുക കേട്ടോ. ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി എടുത്തതിന് ശേഷം ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ നിന്ന് ലാസ്റ്റത്തെ സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റോയും കംപ്ലീറ്റ് ആയി. ഈ സെയിം മെത്തേഡിൽ നമ്മൾ ഒരു 10 റോ എങ്കിലും കംപ്ലീറ്റ് ആക്കി എടുക്കുക. അതായത് ഫസ്റ്റായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക, പിന്നെ 2 ഡബിൾ ക്രോഷ എല്ലാ സ്റ്റിച്ചിലും ചെയ്യുക. അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവുക കേട്ടോ. നമുക്ക് ഏകദേശം എത്ര വലിപ്പം വേണം അവിടെ വെച്ചിട്ട് നമുക്ക് റോ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ വലുതൊന്നും ഉണ്ടാക്കുന്നില്ല, ഒരു ചെറുത് ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റോയേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാനൊരു 6 റോ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒരു 10 റോ ആകുമ്പോഴത്തേന് അത്യാവശ്യം വലുതാവും. ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്രീൻ ലീവ്സ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഇതുപോലെ ആ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് അറ്റാച്ച് ചെയ്യുക. അതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് സെക്യൂർ ആക്കിയതിന് ശേഷം ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷൻ ചെയ്ത് കൊടുത്തിട്ട് 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക. ഇതന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക കേട്ടോ. ഇനി നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇടുക, 2 സ്റ്റിച്ച് അവിടെ സ്കിപ്പ് ചെയ്യുക. അതിനുശേഷം 3ാമത്തെ സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഫുള്ളായിട്ട് ഇതന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലീവ്സിൻ്റെ ഒരു ചെയ്യാനുള്ളൊരു പോർഷൻ കിട്ടും. ഇനി ഇതിന്മേലാണ് നമ്മൾ ലീവ്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയതിന് ശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെറ്റായി. അതിന് ശേഷം നമ്മൾ ലീവ്സ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റായിട്ട് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഒരു സിംഗിൾ ക്രോഷ ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ഡബിൾ ക്രോഷ ചെയ്തിട്ട് പിന്നെ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം 2ാമത്തെ ചെയിനിക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ലൂപ്പ് വലിച്ചെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെയും ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷൻ ചെയ്ത് കൊടുക്കുക. പിന്നെ സിംഗിൾ ക്രോഷയാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലീവ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക കംപ്ലീറ്റ് ആയിട്ട്. ഫസ്റ്റായിട്ട് സിംഗിൾ ക്രോഷ ചെയ്യുക, പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ ചെയ്തതിന് ശേഷം 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. 2ാമത്തെ ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷ ചെയ്യുക, സിംഗിൾ ക്രോഷ ചെയ്യുക.
ഇതന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ലീവ്സ് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ചായിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലീവ്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആ ഒരു യാണിനെ കട്ട് ചെയ്തിട്ട് നല്ലോണം വലിച്ചു കൊടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് ഫ്ലവറാണ്. ഇപ്പോൾ ഇതാ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ, ലീവ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിന്മേൽ ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ചെയ്യുകയാണ്. നമ്മളൊരു പേർപ്പിൾ കളർ ഫ്ലവറാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് യാൺ എടുത്തിട്ട് നമ്മൾ ഒരു സ്ലിപ്പ് നോട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് അങ്ങനെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലീവ്സുമ്മ ആഡ് ചെയ്യാണ് വേണ്ടത്. 2 ലീവ്സിൻ്റെ നടുവിൽ ഉള്ള ഒരു പോർഷനിലാണ് കേട്ടോ നമ്മളിത് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു സ്ലിപ്പ് നോട്ട് അവിടെ ആഡ് ചെയ്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് വലിച്ചു കൊടുക്കാം. അവിടെ ഒന്ന് ടൈറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫ്ലവറിന് എത്ര വലിപ്പം വേണം അത്രയ്ക്ക് ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. എനിക്ക് കുറച്ച് വലിയ ഫ്ലവർ വേണമെന്നാണ്, അതുകൊണ്ട് ഞാൻ 15 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേറെ വലുത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിലേറെ ചെറുതാണ് വേണ്ടത് വെച്ചാൽ കുറക്കാം കേട്ടോ. അതിന് ശേഷം 3 ചെയിനും ഇട്ടിട്ട് 4ാമത്തെ ചെയിനിക്ക് ഒരു 3 ഡബിൾ ക്രോഷയാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് താഴെ വരെ 3 ഡബിൾ ക്രോഷ എല്ലാ സ്റ്റിച്ചിലും ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ കുറച്ചധികം യാണ് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ ഈ ഒരു ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്ലവറാക്കി മാറ്റണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫ്ലവറായിട്ടുണ്ടാവും. പിന്നെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ എക്സ്ട്രാ എടുത്ത ഈ ആണില്ലേ, ഈ ആണുമ്പോൾ നമ്മൾ ഒരു സൂചി കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് അവിടെ കെട്ടി കൊടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇനി ചെയ്തെടുക്കുക കേട്ടോ. വീഡിയോയിൽ കണ്ട പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് കോർത്ത് കൊടുത്ത് എവിടെയും വിട്ടു പോരാത്ത രീതിയിൽ എല്ലാം അറ്റാച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ബാക്കിലേക്ക് 2 യാൺസും കൂടെ നല്ലോണം ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയി. ഇനി ഫുള്ളും അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഈ ഒരു ബൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മഗ്ഗൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള, ചൂടുള്ള കപ്പൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോസ്റ്ററായിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൊക്കെയായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ യൂസസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതേപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.